കുറേ ദിവസം കേടുകൂടാതിരിക്കുന്ന നല്ല അടിപൊളി അരിയുണ്ടേന്റെ റെസിപ്പി നമുക്ക് ഇന്നൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു 3/4 കിലോ ചമ്പാവരി അരി അല്ലെങ്കിൽ കുത്തരി ഇല്ലേ നമ്മളെ, ആ അരിയാണ് കേട്ടാ എടുത്തിട്ടുള്ളത്. അരി നന്നായിട്ട് കഴുകിയ ശേഷം ഓടിന്റെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. കൂട്ടത്തിൽ ഒരു 5-6 ഏലക്കായും കൂടി വറുത്തെടുക്കണം. പിന്നെ പിട്ടിന്റെ ഭാഗത്തിലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വലിയ കണ്ണിലെ അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കും കൂടി വേണം. 3/4 കിലോ അരിക്ക് ഒരു 6 ആണി വെല്ലം, ഒരു അത്യാവശ്യം വലിപ്പുള്ള വെള്ളം നോക്കിയിട്ട് 6 ആണി വെള്ളം ഒന്ന് പാവാക്കി എടുക്കണം. ഒരു 50 അരിയുണ്ടയാണ് കേട്ടാ നമ്മിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വിദേശത്തേക്കെല്ലാം കൊണ്ടുപോകുന്നവർക്ക് ധൈര്യത്തിൽ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടാ ഇത്. പിന്നെ വെള്ളം പാവാക്കിയത് വേറൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതാ ഇതുപോലെ. പിന്നെ ചേർക്കേണ്ടത് ഇതാ നമ്മളെ മെയിൻ സാധനം, ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരകിയെടുത്തത് വെള്ളപ്പാവിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ കൂടുതലായാലും കുഴപ്പമില്ല, അരിയുണ്ട നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ പൊടിച്ചു വെച്ച അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഉപ്മാവെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു പരുവില്ലേ, അതുപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ശേഷം നല്ല ചൂടോടെ തന്നെ ഉണ്ട ഉരുട്ടിയെടുക്കണം കേട്ടാ. തണിഞ്ഞു കഴിഞ്ഞാൽ ഉരുളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമാണ്. അങ്ങനെ നമ്മളെ അടിപൊളി അരിയുണ്ടയുടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ.